ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മിക്ക ആളുകളും എന്നല്ല, എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇയർഫോൺസ്. പല ആളുകൾക്കും നല്ല ബ്രാൻഡഡ് ഇയർഫോൺസ് ഒക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാലും നമ്മളൊരു ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 1000 എബോവ് റേഞ്ചാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിൽ കുറവ് വില വരുന്നത് തന്നെ നല്ല ബ്രാൻഡഡ് ഇയർഫോൺസ് കിട്ടും, അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മിക്ക ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് 900 റുപ്പീസിന് താഴെ വില വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡഡ് 5 ഇയർഫോൺസിനെ കുറിച്ചാണ്. ഇത് വയർഡ് ഇയർഫോൺസിനെ കുറിച്ചാണ് ഇന്ന് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ വയർലെസ് ഇയർഫോൺസിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. നല്ല ബ്രാൻഡഡ് ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് പേരുകളിൽ കുറച്ച് എണ്ണമാണ് ഈ സോണിയുടെയും അതുപോലെ തന്നെ JBLന്റെ ഒക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് JBLന്റെ ഒരു കിഡിലൻ ഇയർഫോൺ ആണ്. JBL C100 SI ഇൻ-ഇയർ ഹെഡ്ഫോൺ. JBL പ്യുവർ ബാസ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഡിസൈൻ ആണ് ഈ ഒരു ഇയർഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇയർഫോണിലെ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റന്റ് പ്രവർത്തിക്കുന്ന ഫീച്ചറും ഇതിലുണ്ട്. പ്രീമിയം മെറ്റാലിക് ഫിനിഷാണ് JBL C100 SI എന്ന ഈ ഹെഡ്സെറ്റിന് ഉള്ളത്. 1 ബട്ടൺ റിമോട്ട് മൈക്രോഫോൺ ഫീച്ചറിലൂടെ കോൾ അറ്റൻഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. 3 കളേഴ്സിലാണ് ഈ ഇയർഫോൺസ് അവൈലബിൾ ആകുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 റുപ്പീസ് ആണ്. രണ്ടാമത്തെ ഇയർഫോൺ സോണിയുടെ ആണ് പറയുന്നത്. സോണി MDR EX150 AP ഇൻ-ഇയർ ഹെഡ്ഫോൺ എന്നാണ് ഇതിന്റെ പേര്. 9mm നിയോഡൈമിയം ഡ്രൈവേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർഫുള്ളും ബാലൻസ്ഡും ആയിട്ടുള്ള സൗണ്ട് സോണിയുടെ ഇയർഫോൺ നൽകുന്നുണ്ട്. സ്മാർട്ട് കീ ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്സെറ്റിന്റെ കീയുടെ ഫങ്ഷൻസ് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. വോളിയം കൺട്രോൾ ചെയ്യാനോ അതുപോലെ ട്രാക്ക് കൺട്രോൾ ചെയ്യാനോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാവുന്നതാണ്. ലൈറ്റ് വെയ്റ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഇയർഫോൺ ഉള്ളത്. 6 കളേഴ്സിലാണ് ഈ ഇയർഫോൺ അവൈലബിൾ ആകുന്നത്. ഇയർഫോണിന്റെ കൂടെ വയർ മാനേജറും സിലിക്കൺ ഇയർബഡ്സും സോണി നൽകുന്നുണ്ട്. ഈ ഒരു ഇയർഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 899 റുപ്പീസ് ആണ്. ബോട്ടിന്റെ ഇയർഫോൺ ആണ് മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്. ബോട്ട് ബാസ്ഹെഡ് 225 ഇൻ-ഇയർ ഹെഡ്ഫോൺ എന്നാണ് ഇതിന്റെ പേര്. ഡൈനാമിക് 10mm ഡ്രൈവേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എൻഗ്രേവ്ഡ് മെറ്റൽ ഫിനിഷിംഗ് ഡിസൈൻ ആണ് ബോട്ട് ഇയർഫോണിൽ നൽകിയിട്ടുള്ളത്. ഓഡിയോ പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനുമുള്ള ബട്ടൺ ഇയർഫോൺസിൽ അവൈലബിൾ ആണ്. കൂടാതെ നോയ്സ് ഐസൊലേഷൻ മൈക്കും ഈ ഒരു ഹെഡ്ഫോൺസിൽ ഉണ്ട്. ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള കേബിൾ ആണ് ഈ ഇയർഫോൺസിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. 6 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഇയർഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 റുപ്പീസ് ആണ്. നാലാമത്തെ ഇയർഫോൺ ആയിട്ട് MIയുടെ ഇയർഫോൺ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡൈനാമിക് ബാസ് സൗണ്ട് ആണ് ഈ ഇയർഫോണിന് MI നൽകിയിരിക്കുന്നത്. എയറോസ്പേസ് ഗ്രേഡ് മെറ്റൽ ഡയഫ്രം ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ട്രോങ് ബ്രേക്ക് റെസിസ്റ്റന്റ് കെവ്ലാർ ഫൈബർ കോട്ടിങ്ങോട് കൂടിയ വയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാങ്കിൾ ചെയ്യുന്നത് ഇല്ലാതാക്കാനും ലൈഫ് സ്പാൻ കൂട്ടാനും ഇത് സഹായിക്കും. വയേർഡ് റിമോട്ട് ഫീച്ചറും ഈ ഇയർഫോണിന് വരുന്നുണ്ട്. അതായത് ഇയർഫോണിലുള്ള 3 ബട്ടൺസ് ഉപയോഗിച്ച് കോൾ അറ്റൻഡ് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും ഫോണിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. 90 ഡിഗ്രി L ഷേപ്ഡ് ഫോൺ കണക്ടറാണ് ഇയർഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇയർഫോണിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഇയർഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 റുപ്പീസ് ആണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ബ്രാൻഡ് റിയൽമിയുടെയാണ്. റിയൽമി ബഡ്സ് 2 എന്നാണ് ഈ ഒരു ഇയർഫോണിന്റെ പേര്. 11.2mm ബാസ് ബൂസ്റ്റ് ഡ്രൈവർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 3 ബട്ടൺ റിമോട്ട് കൺട്രോൾ ഈ ഇയർഫോണിൽ അവൈലബിൾ ആണ്. ഇതിലൂടെ കോൾ അറ്റൻഡ് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും വോളിയം കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. കൂടാതെ വോയിസ് അസിസ്റ്റന്റ് പ്രവർത്തിക്കാനും ഈ ബട്ടൺ സഹായിക്കും. ഇന്റഗ്രേറ്റഡ് മാഗ്നറ്റ് ഉള്ള ഡിസൈൻ ആണ് റിയൽമിയുടെ ഈ ഒരു ഇയർഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇയർ ടിപ്സും ഇങ്ങനെ ചേർന്ന് കിടക്കും, നമ്മൾ സാധാരണ വയർലെസ് ഇയർഫോൺസിലൊക്കെ ഉള്ളത് പോലെ. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് സൂക്ഷിക്കാൻ ഈ ഇയർഫോണ് പറ്റും. കൂടാതെ ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള വയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഇയർഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 റുപ്പീസ് ആണ്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ബ്രാൻഡ് എന്ന് പറയുമ്പം എന്തായാലും കുറച്ച് പ്രൈസ് കൂടും എന്നാണ് വിചാരിക്കുക. പലർക്കും അറിയില്ല ഈ ഒരു ബ്രാൻഡിൽ തന്നെ, അതായത് ഇപ്പോൾ സോണി, JBL അതുപോലെ തന്നെ ബോട്ട്, ഈ ബ്രാൻഡിൽ തന്നെ നല്ല ഇയർഫോൺസ് ഇത്രയും പ്രൈസിൽ വരുന്ന ഇയർഫോൺസ് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. ഇതിൻ്റെ ഒപ്പം തന്നെ വാറണ്ടിയും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വയേർഡ് ഇയർഫോൺസ്
ഹെഡ്ഫോൺസിൻ്റെ ആണ് ചെയ്തത്. നെക്സ്റ്റ് ടൈം വയർലെസ്സിൻ്റെ ചെയ്യുന്നതാണ്. കാരണം കുറേ പേര് അത് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്കപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.